ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹിന്ദി ഹിസ്റ്ററിയുമായിട്ടാണ്. അപ്പോൾ ഇന്ത്യയിലെ മധ്യകാല ചരിത്രത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. മധ്യകാല ഭാരതം അതിൽ വരുന്നത് 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഭരണപരമായ കാര്യങ്ങൾ, അതുപോലെ ആക്രമണങ്ങൾ, ഇവയെക്കുറിച്ചാണ് മധ്യകാല ഭാരതത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മധ്യകാല ചരിത്രം ഇന്ത്യയുടെ ആരംഭിക്കുന്നത് അറബികളുടെ സിന്ധ് ആക്രമണത്തോടു കൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ മധ്യകാല ഭാരതം എന്ന് പറയുന്നത് 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രമാണ് ഈ മധ്യകാല ഭാരതത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അറബികളുടെ സിന്ധ് ആക്രമണത്തോടു കൂടിയാണ് ഈ കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അറബികളുടെ ആദ്യ ഇന്ത്യൻ സിന്ധ് ആക്രമണം എന്ന് പറയുന്നത് അത് 712-ലായിരുന്നു. ഇതിന് നേതൃത്വം നൽകിയത് ആരാണ് എന്ന് വെച്ചാൽ ഈ മുഹമ്മദ് ബിൻ ഖാസിമാണ്. അദ്ദേഹത്തിനെ ഇന്ത്യയിലേക്ക് അയച്ചത് ഈ മുഹമ്മദ് ബിൻ ഖാസിമാണ് 712 ഇന്ത്യയെ ആക്രമിച്ചത്. ഈ മുഹമ്മദ് ബിൻ ഖാസിമിനെ ഇന്ത്യയിലേക്ക് അയച്ചത് ഇറാഖിലെ ഗവർണറായിരുന്ന അൽ ഹജ്ജാജ് ബിൻ യൂസഫ് ആയിരുന്നു. അദ്ദേഹം എന്ത് വെച്ചു, സിന്ധിൽ വെച്ചിട്ട് ദാഹിർ എന്നുള്ള ഭരണാധികാരിയെ വധിച്ചു. പഞ്ചാബിലെ ഭരണാധികാരിയായിരുന്ന ദാഹിറിനെ ആര് വധിച്ചു? മുഹമ്മദ് ബിൻ ഖാസിം വധിച്ചിരുന്നു. അതല്ലാതെ അതിനുശേഷം രജപുത്രരും അറബികളും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നത് എപ്പോഴാണ്? 738-ലാണ് ഉണ്ടായിരുന്നത്. 738-ൽ രജപുത്രരും അറബികളും തമ്മിൽ രാജസ്ഥാൻ യുദ്ധം നടന്നു. പിന്നെ 1101 ഇന്ത്യയെ ആക്രമിച്ച തുർക്കി ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ഗസ്നി. മുഹമ്മദ് ഗസ്നി ഇന്ത്യ ആക്രമിച്ചു. അദ്ദേഹം തുർക്കിക്കാരനായിരുന്നു. അപ്പോൾ ഈ മുഹമ്മദ് ഗസ്നി വന്നിട്ട് അറിയപ്പെടുന്നത് വിഗ്രഹഭഞ്ജകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഈ മുഹമ്മദ് ഗസ്നി ജയപാലൻ എന്നുള്ള ഭരണാധികാരിയെയാണ് പരാജയപ്പെടുത്തിയത്. അത് വൈഹിന്ദി യുദ്ധമാണ്. വൈഹിന്ദി യുദ്ധം. ജയപാലൻ എന്ന രാജാവിനെ വൈഹിന്ദി യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. മുഹമ്മദ് ഗസ്നിയുടെ രാജകൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന പ്രധാന പണ്ഡിതനായിരുന്നു അൽബറൂണി. അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് താരിഖുൽ ഹിന്ദ്. അതുപോലെ ഈ മുഹമ്മദ് ഗസ്നിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രധാന കവിയാണ് പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്ന ഫിർദൗസി. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കവിതയാണ് ഷാനാമ. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്ന ഫിർദൗസി, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കവിതയാണ് ഷാനാമ. അപ്പോൾ ഇതൊക്കെയാണ് ഈ നമ്മുടെ മധ്യകാല ഭാരതത്തിലെ ഫസ്റ്റ് തുടങ്ങുന്നത്. അതിനുശേഷം ഇവിടെയുള്ള ഡൽഹി ആസ്ഥാനമാക്കിയിട്ട് ഭരിക്കാനാണ് എല്ലാവരും ശ്രമിച്ചിരുന്നത്. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറ് അല്ലെങ്കിൽ ഡൽഹി ആസ്ഥാനമാക്കി ഭരിച്ചിട്ടുള്ള മെയിനായിട്ടുള്ള ഈ രാജവംശങ്ങൾ എന്ന് പറയുന്നത് ആദ്യം വരെ തോമര രാജവംശം തോമര എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ദെൻ അതിനുശേഷം വന്നിരിക്കുന്നത് ചൗഹാൻ രാജവംശം, പിന്നെ സുൽത്താനേറ്റ്, പിന്നെ മുഗൾ. അപ്പോൾ ഈ സുൽത്താനേറ്റിൽ 5 രാജവംശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക്ക്, സയ്യിദ്, ലോധി. ഇനി നമ്മൾ ഇതിപ്പോൾ വടക്ക് ഡൽഹി ആസ്ഥാനമാക്കിയിട്ടാണ് ഇവർ ഭരിച്ചിരുന്നത്. ഇനി മധ്യകാല ഭാരതത്തിലെ ദക്ഷിണേന്ത്യയിലെ രാജവംശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ചോള രാജവംശം, രണ്ടാമത്തേത് വിജയനഗര സാമ്രാജ്യം, മൂന്നാമത്തേത് ബാമിനി,
4 പാണ്ഡ്യ രാജവംശം, 5 ചേരന്മാര് ചേര രാജവംശം, 6 കാകതീയ രാജവംശം, 7 ഹൊയ്സാല. വടക്കേ പശ്ചിമേന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ പശ്ചിമേന്ത്യയിൽ മറാത്തക്കാർ. ഇങ്ങനെയാണ് ഈ മധ്യകാല ഭാരതത്തിലെ ഇന്ത്യയിലെ ഈ വിവിധ രാജവംശങ്ങൾ എന്നുള്ളത് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് ഈ ഡൽഹിയിലെ ആസ്ഥാനമാക്കി ഭരിച്ച തോമര രാജവംശത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ തോമര രാജവംശത്തിന്റെ ഭരണാധികം എന്ന് പറയുന്നത് ഒരുപാട് ഇല്ല, 8 നൂറ്റാണ്ട് മുതൽ 12 നൂറ്റാണ്ട് വരെയാണ് ഇവരുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ഡൽഹി അറിയപ്പെടുന്ന പേര് എന്ന് പറയുന്നത് ദില്ലിക എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇവരെ ആര് പരാജയപ്പെടുത്തി? ചൗഹാന്മാർ വന്നിട്ട് ഇവരെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ തോമര രാജവംശത്തിലെ പ്രധാന ഭരണാധികാരി എന്ന് പറയുന്നത് അനംഗപാലിയാണ്. ആരാണ്? അനംഗപാല. അദ്ദേഹം 1130 മുതൽ 1145 വരെ ഭരിച്ചു. അദ്ദേഹം പണികഴിപ്പിച്ച മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ദില്ലികാപുരി അദ്ദേഹം പണികഴിപ്പിച്ചു. ദില്ലികാപുരി സ്ഥാപിച്ച ഭരണാധികാരിയാണ് ആര്യ അനംഗപാല. 1. രണ്ടാമത്തത് അനംഗത്താൽ ബവേലിയും അതുപോലെ ലാൽകോട്ടും നിർമ്മിച്ചതും അദ്ദേഹമാണ്. അനംഗത്താൽ ബവോലി, ലാൽകോട്ട്. അപ്പോൾ ഇതാണ് തോമര രാജവംശത്തെ കുറിച്ച് പറയാനുള്ളത്. മെയിനായിട്ടുള്ള ഭരണാധികാരിയാണ് അനംഗപാൽ. അദ്ദേഹമാണ് ദില്ലികാപുരി സ്ഥാപിച്ചത്. അതുപോലെ അനംഗത്താൽ ബവോലി, ലാൽകോട്ടും സ്ഥാപിച്ചത് അദ്ദേഹമാണ്. ഈ അനംഗത്താൽ തടാകം പറഞ്ഞിട്ടൊരു തടാകം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതെവിടെയാണ്? കുത്തുബ് മിനാറിൻ്റെയും അതുപോലെ സഞ്ജീവനും സമീപം സ്ഥിതി ചെയ്യുന്ന ഈ അനംഗപാൽ തടാകം അത് ഡൽഹിയിലെ മെഹ്റൗളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നിർമ്മിച്ചത് ആരാണ്? അനംഗപാലയാണ് നിർമ്മിച്ചത്. ഈ അനംഗത്താൽ തടാകം അത് എന്താണ് 2022 ഗസ്റ്റിൽ ഒരു പ്രധാന പുരാതന സ്മാരകമായിട്ടാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പുരാതന സ്മാരകമാണ് ഈ അനംഗത്താൽ തടാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് തോമര രാജവംശത്തെ കുറിച്ച് പറയാനുള്ളത്. ഈ തോമരന്മാരെ പരാജയപ്പെടുത്തിയിട്ട് ആര് വന്നു? ചൗഹാന്മാർ വന്നു. അപ്പോൾ ചൗഹാൻ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയും അതുപോലെ തന്നെ പ്രസിദ്ധനായ ഭരണാധികാരിയുമായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. ഈ പൃഥ്വിരാജ് ചൗഹാനാണ് ഡൽഹിയിൽ ഭരിച്ചിരുന്ന അവസാനത്തെ ഹിന്ദു ഭരണാധികാരി. അപ്പോൾ ഡൽഹി ഭരിച്ചിരുന്ന അല്ലെങ്കിൽ വടക്കേ ഇന്ത്യ ഭരിച്ചിരുന്ന അവസാനത്തെ ഹിന്ദു രാജാവ് എന്ന് പറയുന്നത് പൃഥ്വിരാജ് ആണ്. അതേസമയം വടക്കേ ഇന്ത്യ ഭരിച്ചിരുന്ന അവസാനത്തെ ഹിന്ദു ചക്രവർത്തി അത് വന്നിട്ട് ഹർഷവർദ്ധനാണ്. ആരാണ്? ഹർഷവർദ്ധനാണ്. അപ്പോൾ പൃഥ്വിരാജ് എന്ന് മുതലാണ് ഭരിച്ചത്? 1149 മുതൽ 1192 വരെ പൃഥ്വിരാജ് ഭരിച്ചിരുന്നു. 1145 മുതൽ 1192 വരെയാണ് പൃഥ്വിരാജ് ഭരിച്ചിരുന്നത്. ഈ പൃഥ്വിരാജിന് പറയപ്പെടുന്ന പേരാണ് റായ് പിത്താറ. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് റായ് പിത്തോറ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാന്റെ ഒരു ആസ്ഥാന കവിയുണ്ട്. അദ്ദേഹമാണ് ചന്ദ്ബർദായ്. അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് പൃഥ്വിരാജ് റോസ. കൃതിയാണ് പൃഥ്വിരാജ് റാസോ എന്നുള്ള ഒരു കൃതി എഴുതിയിട്ടുണ്ട്. ഈ കൃതി എന്താണ്? ഇത് പൃഥ്വിരാജിന്റെയും അതുപോലെ കനോജിലെ രാജാവായ ജയചന്ദ്രന്റെ മകൾ സംയുക്തയുമായിട്ടുള്ള പ്രണയബന്ധം എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് പൃഥ്വിരാജ് റാസോ എന്ന് പറയുന്നത്. ഇത് എഴുതിയതാരാണ്? ചന്ദ്ബർദായ് ആരാണ്? പൃഥ്വിരാജിന്റെ ആസ്ഥാന കവിയാണ് ചന്ദ്ബർദായ്. അദ്ദേഹം എഴുതിയ കവിതയാണ് പൃഥ്വിരാജ് റാസോ. ഇതിൽ പറയുന്നത് എന്താണ്? കനൗജിലെ രാജാവായിരുന്ന ജയചന്ദ്രന്റെ മകൾ സംയുക്തയുമായിട്ടുള്ള പൃഥ്വിരാജിന്റെ പ്രണയത്തെ ആസ്ഥാനമാക്കിയിട്ടുള്ള കവിതയാണ് പൃഥ്വിരാജ് റാസോ എന്ന് പറയുന്നത്. അപ്പോൾ പൃഥ്വിരാജിന്റെ ഭരണം 1191 ഒന്നാം തറൈൻ യുദ്ധം ഉണ്ടായി.
ഈ ഒന്നാം തറൈൻ യുദ്ധം, ഈ തറൈൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവരെല്ലാം, ഈ ചൗഹാൻ കുടുംബമെല്ലാം ഡൽഹിയും രാജസ്ഥാനും ആസ്ഥാനമാക്കിയിട്ടാണ് ഭരിച്ചിരുന്നത്. ഈ 1191 മുഹമ്മദ് ഗോറിയുമായിട്ട് പൃഥ്വിരാജ് ചൗഹാന്റെ ആദ്യ ഒന്നാം തറൈൻ യുദ്ധം ഉണ്ടായി. 1191 സംഭവിച്ചത്. അതിൽ പൃഥ്വിരാജ് ചൗഹാനാണ് വിജയിച്ചത്. അതിന്റെ അടുത്ത വർഷം തന്നെ 1192 രണ്ടാം തറൈൻ യുദ്ധം ഉണ്ടായി. അതും ആര് ജയിച്ചു? അതിൽ മുഹമ്മദ് ഗോറിയാണ് ജയിച്ചത്. ആരാണ്? മുഹമ്മദ് ഗോറിയാണ് രണ്ടാം തറൈൻ യുദ്ധത്തിൽ ജയിച്ചത്. അങ്ങനെ മുഹമ്മദ് ഗോറി ഈ വടക്കേ ഇന്ത്യ ഭരിക്കാൻ ആരംഭിച്ചു. ഈ മുസ്ലിം ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകിയത് ആരായിരുന്നു? മുഹമ്മദ് ഗോറിയാണ് ഈ ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയത്. ഈ ഗോറി രാജവംശത്തിലെ ഒരു ഗവർണറും സേനാധിപനായിരുന്നു മുഹമ്മദ് ഗോറി എന്ന് പറയുന്നത്. മുഹമ്മദ് ഗോറിയുടെ ഫുൾ പേര് എന്ന് പറയുന്നത് മുഈസുദ്ദീൻ മുഹമ്മദ് ബിൻസ. എന്താണ്? മുഈസുദ്ദീൻ മുഹമ്മദ് ബിൻസ എന്നറിയപ്പെടുന്നതാണ് മുഹമ്മദ് ഗോറി. പിന്നെ മുഹമ്മദ് ഗോറിയുടെ ഒരു സൈന്യാധിപനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ബക്തിയാർ ഖിൽജി. ആരാണ്? ബക്തിയാർ ഖിൽജി. അദ്ദേഹമാണ് എന്തൊക്കെ ആക്രമിച്ചത്? ഇന്ത്യയിലെ പ്രശസ്ത സർവകലാശാലയായിരുന്ന നളന്ദയും വിക്രമശിലയൊക്കെ ആക്രമിച്ചത് ആരാണ്? ഈ ബക്തിയാർ ഖിൽജിയാണ്. മുഹമ്മദ് ഗോറി ഇത് വരുന്നതിന് മുമ്പ് 1175 ഇന്ത്യയെ ആദ്യമായിട്ട് ആക്രമിച്ചത്. അദ്ദേഹം മുൾട്ടാനാണ് ആ ഒരു സമയത്ത് അദ്ദേഹം പിടിച്ചടക്കിയത്. പിന്നെ 1192 രണ്ടാം തറൈൻ യുദ്ധം കഴിഞ്ഞു. അതിനുശേഷം 1194 നമ്മൾ ഓൾറെഡി പറഞ്ഞു, കനോജിലെ ജയചന്ദ്രൻ അദ്ദേഹത്തെ 1194 മുഹമ്മദ് ഗോറി ആക്രമിച്ചു. അവർ തമ്മിലുണ്ടായ യുദ്ധമാണ് ചാന്ദ്വാർ യുദ്ധം. എന്താണ് ചാന്ദ്വാർ യുദ്ധം? അതിൽ ആര് ജയിച്ചു? അതിലും മുഹമ്മദ് ഗോറിയാണ് ജയിച്ചത്. 1206 എന്ത് സംഭവിച്ചു? മുഹമ്മദ് ഗോറി അന്തരിച്ചു. മുഹമ്മദ് ഗോറി അന്തരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? മുഹമ്മദ് ഗോറി തന്റെ സേനാനായകനും പടത്തലവനും അതുപോലെ അടിമയുമായിരുന്ന ഖുതുബുദ്ദീൻ ഐബക്കിനെ ഡൽഹി ഭരിക്കാൻ ഏൽപ്പിച്ചു. 1206 മരിച്ച സമയത്ത് ഖുതുബുദ്ദീൻ ഐബക്ക് തന്റെ അടിമയായിരുന്ന സേനാധിപനുമായിരുന്ന ഖുതുബുദ്ദീൻ ഐബക്കിനെ ഡൽഹി ഭരിക്കാൻ ഏൽപ്പിച്ചു. അങ്ങനെയാണ് സുൽത്താനേറ്റ് രാജവംശം ആരംഭിക്കുന്നത്. ഇനി ഡൽഹി സുൽത്താനേറ്റ് നോക്കുന്ന വെച്ചാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡൽഹി സുൽത്താനേറ്റിന് ഒന്ന് ആദ്യത്തേത് അടിമ വംശമാണ്, ദെൻ ഖിൽജി വംശം, ദെൻ തുഗ്ലക്ക്, സയ്യിദ്, ലോധി. അടിമ വംശ സ്ഥാപകൻ എന്ന് പറയുന്നത് ഖുതുബുദ്ദീൻ ഐബക്കാണ്. ഖിൽജി വംശസ്ഥാപകൻ എന്ന് പറയുന്നത് ജലാലുദ്ദീൻ ഖിൽജിയാണ്. തുഗ്ലക്ക് വംശസ്ഥാപകൻ എന്ന് പറയുന്നത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. സയ്യിദ് വംശസ്ഥാപകൻ എന്ന് പറയുന്നത് കിസർ ഖാനാണ്. ലോധി വംശസ്ഥാപകൻ എന്ന് പറയുന്നത് ബഹുലാൽ ലോധിയാണ്. അടിമവംശം എപ്പോഴും മുതൽ സ്റ്റാർട്ട് ചെയ്തത് 1206 മുഹമ്മദ് ഗോറി മരിച്ചതോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. 1206 മുതൽ അടിമവംശം ഭരിച്ചു. അതിനുശേഷം 1290 മുതൽ 1320 വരെ ഖിൽജി വംശം ഭരിച്ചു. 1320 മുതൽ 1414 വരെ തുഗ്ലക്ക് വംശം ഭരിച്ചു. പിന്നെ 1414 മുതൽ 1451 വരെ ആര് ഭരിച്ചു? സയ്യിദ് വംശം ഭരിച്ചു. ദെൻ 1451 മുതൽ 1526 വരെ ലോധി വംശം ഭരിച്ചു. അപ്പോൾ മൊത്തം ഡൽഹി സുൽത്താനത്തിന്റെ ഭരണം എന്ന് പറയുന്നത് 1206 മുതൽ 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധം വരെയാണ് ഈ ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണം എന്ന് പറയുന്നത്. ഈ ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണ സവിശേഷത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ബാഗ്ദാദിലെ ഖലീഫയുടെ നേതൃത്വം അംഗീകരിച്ചവരായിരുന്നു ഒന്ന്. രണ്ടാമത്തത് ഇഖ്ത സമ്പ്രദായം കൊണ്ടുവന്നു. അതുപോലെ തന്നെ മൂന്നാമത്തത് ഇവരുടെ
ഇവരെ സഹായിക്കാൻ, ഭരണത്തിൽ സഹായിക്കാൻ പ്രധാന ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. പക്ഷെ അവരുടെയൊന്നും അധികാരം പരമ്പരാഗതമായിരുന്നില്ല. അവരെല്ലാം സെലക്ട് ചെയ്യപ്പെടുകയായിരുന്നു. അതുപോലെ ഒരു വലിയ സൈന്യത്തെ വിന്യസിച്ചിരുന്നു. പിന്നെ ഭരണത്തിൻ്റെ ഈസിയായിട്ട് ഭരണം സൗകര്യത്തിനായിട്ട് എന്ത് ചെയ്തു, ഈ സ്ഥലങ്ങളെ വിഭജിച്ചിരുന്നു. എങ്ങനെയാണ്? ഏറ്റവും താഴെ ഗ്രാമങ്ങൾ, അതിൻ്റെ തൊട്ട് മുകളിൽ പർഗാനകൾ, ഷിക്കുകൾ, അതിൻ്റെ മേലെ ഏറ്റവും മേലെ പ്രവിശ്യ. ഈ ഒരു ലെവലിലാണ് അവർ ഈ ഭരണ സൗകര്യത്തിനായിട്ട് രാജ്യത്തെ വിവിധ ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരുന്നത്. ഇനി ഈ സുൽത്താനേറ്റ് ഭരണകാലത്തിൽ ഈ പ്രവിശ്യയിലുള്ളവർ അറിയപ്പെടുന്നത്, പ്രവിശ്യ ഇതാക്കുന്നത് മുക്തി അല്ലെങ്കിൽ വാലി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഉദ്യോഗസ്ഥൻ, പ്രവിശ്യ ഭരിക്കുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്നത് മുക്തി അല്ലെങ്കിൽ വാലി എന്നാണ് അറിയപ്പെടുന്നത്. ഷിക്ക് ഭരിക്കുന്നതോ ഷിക്ക്ദാർ, പർഗാന ഭരിക്കുന്നത് അമീല്, ഗ്രാമങ്ങളുടെ മുഖ്യൻ മുഖദ്ദം. ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇനി കേന്ദ്രത്തിൽ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടുള്ള ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് വസീർ. വസീർ എന്നത് ധനകാര്യം നോക്കുന്ന ആളാണ്. മമാലിക് എന്ന് പറയുന്നത് സൈനികം നോക്കുന്ന ആളാണ്. മുഖ്യ സദർ എന്താണ്? നീതിന്യായമാണ്. ദിവാൻ ഇ ഇൻസ് വന്നിട്ട് കത്തിടപാടുകളാണ്. ഇക്കത്ത സമ്പ്രദായം നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ ഒരു മെയിൻ ഇതാണ് ഇക്കത്ത സമ്പ്രദായം. ഇക്കത്ത എന്ന് പറഞ്ഞാൽ ഭൂനികുതിയെ, ഒരു പ്രത്യേക ഭൂനികുതിയാണ് ഈ ഇക്കത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്കത്ത സമ്പ്രദായം കൊണ്ടുവന്നത് സുൽത്താനേറ്റ് കാലഘട്ടത്തിലാണ്. അപ്പോൾ എന്താണ് ഈ ഇക്കത്ത സമ്പ്രദായം എന്ന് പറയുന്നത്? ഈ ചില പ്രദേശങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ പ്രഭുക്കന്മാരെയും അതുപോലെ സൈനിക മേധാവികളെയും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ സൈനിക മേധാവികൾ എന്ത് ചെയ്യും, ഇവിടെയുള്ള ഭൂമി, അവൻ്റെ പ്രദേശങ്ങളിലെ ഇഖ്ത എന്നാണ് പറയുക, ആ ഒരു ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചിരുന്നു. ഈ നികുതിയാണ് ഇഖ്ത എന്നറിയപ്പെടുന്നത്. ഈ പ്രദേശങ്ങൾ കൈവച്ചിരുന്നവരെ അറിയപ്പെടുന്നത് ഇഖ്താദാർ അല്ലെങ്കിൽ വാലി എന്നെല്ലാം അറിയപ്പെട്ടു. ഇവരെന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് നികുതി പിരിക്കാൻ പറ്റും. പക്ഷെ അവർക്ക് അതിൽ വേറൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. ഈ നികുതി പിരിച്ചിട്ട് ഇതിൽ നിന്നുള്ള ഈ തുക വെച്ചിട്ട് വേണം അവർ ഭരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ അവരുടെ ചെലവിനും ഈ ഒരു തുകയിൽ നിന്ന് വേണം വക മാറ്റാൻ. ഇതാണ് ഇഖ്ത സമ്പ്രദായം. പിന്നെയുള്ള കാര്യം എന്താണ്? കലേസ ഭൂമി എന്ന് പറഞ്ഞാൽ വസീർ പറഞ്ഞാൽ നമ്മൾ പറയുന്നു ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ആളാണ് ഈ വസീർ എന്ന് പറയുന്നത്. ഈ കലേസ ഭൂമിയിൽ നിന്നാണ് കലേസ ഭൂമി എന്ന് പറയുന്നത് ഫലഭൂയിഷ്ടമായ ഭൂമിയാണ്. ഈ ഭൂമി രാജാവ് നേരിട്ട് കൈകാര്യം ചെയ്യുന്നതും അതുപോലെ തന്നെ വസീർ മുഖാന്തരം നേരിട്ട് ഭൂനികുതി പിരിച്ചെടുത്തിട്ട് ഖജനാവിലേക്ക് നിറയ്ക്കുന്നതുമായ ഭൂമിയാണ് കലേസ ഭൂമി എന്ന് പറയുന്നത്. ഇനി ഇനാം പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരു ഇനാം നൽകി എന്നൊക്കെ പറയില്ല. അതായത് ഈ മതകാര്യങ്ങൾക്കോ അതുപോലെ സ്ഥാപനങ്ങൾക്കോ നേതാക്കൾക്കോ വേണ്ടി പ്രത്യേകമായിട്ട് അനുവദിച്ചിരുന്ന ഭൂമിയാണ് ഇനാം ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി സുൽത്താൻമാർ ഭരിച്ചിരുന്നത് നമ്മൾ പറഞ്ഞിരുന്നു അടിമവംശം തുടങ്ങിയിട്ടാണ് നമ്മുടെ ലോധി വംശം വരെയുണ്ട് സുൽത്താനേറ്റ് ഭരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ മുതൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡൽഹി സുൽത്താനേറ്റ് ഒരു കഥ പോലെ പറഞ്ഞു പോവാം. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടാണ് ഇന്ന് നമ്മൾ തന്നിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ പ്രിലിംസ് നോക്കുകയാണെന്ന് വെച്ചാൽ 2 ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ ചരിത്രത്തിൽ നിന്നുള്ള മെയിൻ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒന്നാമത്തത് ഔറംഗസേബിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ മധ്യകാല ഭാരതത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. മധ്യകാല ഭാരതം നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഡീപ്പായിട്ട് മനസ്സിലാക്കുക. പിന്നെ പോയിന്റ് വൈസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നാളെ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ സുൽത്താനേറ്റ് കാലഘട്ടത്തെക്കുറിച്ച് നോക്കാം. തൽക്കാലം വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.